എല്ലാ സ്ഥലങ്ങളിലും കോവിഡും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ദുരന്തങ്ങളെല്ലാം അതിജീവിച്ച ഒരു രാജ്യമാണിത്. പക്ഷേ അത് കേരളത്തിൽ വരുമ്പോൾ ഇതിനെ മറയാക്കി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും സർക്കാർ ജീവനക്കാരുടെ മേഖലയിലുള്ള ശമ്പളത്തിൽ കണ്ടുവച്ച ശമ്പളം കൊള്ളയടിക്കാനാണ് ശ്രമിച്ചത്. 2014 ഉമ്മൻചാണ്ടി ശമ്പളം പരിഷ്കരിച്ചതിന് ശേഷം 10 വർഷം പിന്നിടുമ്പോൾ 1 രൂപയുടെ ആനുകൂല്യം പോലും കിട്ടാതെയാണ് സർക്കാർ ജീവനക്കാർ മുമ്പോട്ട് പോകുന്നത്. തത്വത്തിൽ ഏതാണ്ട് 6-7 വർഷമായി ക്ഷാമബത്ത ലഭിച്ചിട്ടില്ല. സാങ്കേതികമായി ഇവിടെ 6 ഗഡുവോ അല്ലെങ്കിൽ 19% കുടിശ്ശിക ഉണ്ട് എന്നതിനപ്പുറത്ത് പ്രോവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുമെന്ന് പറഞ്ഞ് പലവട്ടമായി പറ്റിച്ച 2019 ശമ്പളം പരിഷ്കരിക്കുമ്പോഴുള്ള 16% അടക്കം എല്ലാ ക്ഷാമബത്ത ഗഡുക്കളും നിഷേധിച്ച ഒരു ഭരണകൂടം. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെയൊക്കെയുള്ള ചില ആളുകൾ ചില വിക്രിയകൾ നടത്തി ശമ്പളം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ആ പിടിച്ചെടുക്കാൻ ശ്രമിച്ചെടുത്തെല്ലാം ആ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അതീവ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകൂട്ടി. കാരണം ഈ സർക്കാർ ജീവനക്കാരും അധ്യാപകരും കണ്ടീജന്റ് തൊഴിലാളികളും പാർട്ട് ടൈം ജീവനക്കാരും എല്ലാം അടിസ്ഥാന വിഭാഗത്തിന് കിട്ടുന്ന ഈ ചെറിയ ശമ്പളമാണ് കേരളത്തിന്റെ മാർക്കറ്റുകളും അതുപോലെ തന്നെ താഴെത്തട്ടിലും എന്തെങ്കിലും ഒരു ഉണർവുണ്ടാക്കുന്നത്. ആ ഉണർവാണ് സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ അവസരം കിട്ടുന്നത്. ചെറിയ ചെറിയ തൊഴിലാളികളും അതുപോലെ തന്നെ ചെറിയ കടകളും കച്ചവട സ്ഥാപനങ്ങളും ഓട്ടോയും ടാക്സിയും ഒക്കെ ഓടിച്ച് ജീവിക്കുന്ന ആളുകൾ ജീവിതത്തിന്റെ നാനാതുറയിലും പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ആളുകൾ അവരെല്ലാം ഈ സംവിധാനവുമായി ചേർന്നാണ് ജീവിതം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് തകർത്തെറിയപ്പെട്ടത്. അതുകൊണ്ടാണ് കേരളത്തിൽ 10 വർഷം ഭരിച്ച ഒരു ഗവൺമെന്റിന് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. സ്തുതിപാഠകർ പറയുന്നു ചെങ്കൊടിയുടെ കാവലാളാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നു. ചെങ്കൊടിയുടെ കാവലാളായിട്ട് എന്ത് കാര്യം? ചെങ്കൊടിക്ക് മാത്രം കാവലാളാകാനാണോ വീണ്ടും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്? ഇവിടെ 2 രൂപ പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അതുമൂലമല്ലേ ഇത്രയും വിലക്കയറ്റം തന്നെ ഉണ്ടായത്? ആ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയല്ലേ ഉള്ളിയുടെ വില, അതുപോലെ തന്നെ മുളകിന്റെ വില 280, അരിയുടെ വില 60 രൂപ, വെളുത്തുള്ളി 400 രൂപ, നിത്യോപയോഗ സാധനങ്ങളുടെ വില കാട്ടുതീ പോലെ ആളിപ്പടരുന്നു. ഇവിടെ സപ്ലൈകോയിൽ ഒരു ശ്രദ്ധയും ഗവൺമെന്റ് പുലർത്തുന്നില്ല. വ്യവസായങ്ങളുടെ ശവപ്പറമ്പായി കേരളം മാറി. ഉന്നത വിദ്യാഭ്യാസം താറുമാറായി, പൊതുവിദ്യാഭ്യാസം തകർന്ന് തരിപ്പണമായി. കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനുള്ള പണം നിഷേധിച്ചു. ഇവിടെ ഏതെല്ലാം മേഖലയുണ്ടോ അതെല്ലാം തകർത്തെറിയപ്പെട്ടു. എല്ലാത്തിനും സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞിട്ട് സർക്കാരിന്റെ ചെലവുകളിൽ ഇതൊന്നും കാണാനില്ല. കഴിഞ്ഞ വർഷം ശമ്പളം പരിഷ്കരിക്കേണ്ടതായിരുന്നു, പരിഷ്കരിച്ചില്ല. 2019 പരിഷ്കരിച്ചതിന്റെ കുടിശ്ശിക 4 ഗഡുക്കളായി കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തില്ല. 2019 16% ക്ഷാമബത്തയുടെ കുടിശ്ശിക ഉള്ളത് അത് പ്രോവിഡന്റ് ഫണ്ടിൽ ലയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടന്റ് ജനറൽ രായ്ക്ക് രാമാനെ കത്ത് കൊടുത്തു. ലോക്കിൻ പീരീഡ് കഴിഞ്ഞപ്പോൾ കൊടുക്കാൻ ഉദ്ദേശമില്ല. നമ്മളുടെ കഴിഞ്ഞ പണിമുടക്കിന്റെ ഭാഗമായി 1 ഗഡു ക്ഷാമബത്ത അനുവദിച്ചപ്പോൾ 2021 3% അതിന്റെ മുൻകാല പ്രാബല്യം നിഷേധിച്ചു. 39 മാസത്തെ കുടിശ്ശിക. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നപ്പാടിയപ്പോൾ 1 ഗഡു കൂടി അനുവദിച്ചപ്പോൾ അന്ന് 39 മാസത്തെ കുടിശ്ശിക അപഹരിച്ചു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന് പറഞ്ഞ പ്രകടന പത്രികയിൽ 2 വട്ടം വാഗ്ദാനം നൽകി തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്തു. ഇവിടുത്തെ പങ്കാളിത്ത പെൻഷനുള്ള ആളുകളെല്ലാം വോട്ട് ചെയ്തു. 2004 രാജ്യത്ത് അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റിന്റെ കാലത്താണ് പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നത്. ആ പങ്കാളിത്ത പെൻഷൻ അവസാനമാണ് ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയത്. അത് ശരിയായ ഒരു പദ്ധതിയല്ല എന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പിൻവലിച്ചു.
ഇവിടെ കമ്മീഷനെ വെച്ചു, പരിശോധിച്ചു, പഠിച്ചു, രണ്ടു തവണ അധികാരത്തിൽ വന്നു. ആ റിപ്പോർട്ടിൽ ഉടനീളം എവിടെ വായിച്ചാലും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിന് PMRDA നിയമം ഒരു തടസ്സമല്ല എന്നെങ്ങും പറയുന്നില്ല. ഓരോ സ്ഥലത്തും പിൻവലിക്കുന്നു. കേന്ദ്രം DCRG കൊടുത്തു, ഇവിടെ കൊടുത്തില്ല. ഉമ്മൻചാണ്ടി ജീവനക്കാരൻ മരണപ്പെട്ടാൽ ആശ്രിതരെ വാങ്ങിക്കൊണ്ടിരുന്ന ശമ്പളം കൊടുക്കും എന്ന് തത്വത്തിൽ അംഗീകരിച്ച് സർക്കുലർ പുറപ്പെടുവിച്ചു. അധികാരത്തിൽ വന്ന തോമസ് ഐസക്കിന്റെ കാലത്ത് അത് വെട്ടിക്കുറച്ചു 30% കേന്ദ്രം 14% കൊടുക്കുന്നു. ഇവിടുത്തെ IAS-കാരന് 14% കൊടുക്കുന്നു. ഇവിടെ അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്നു. ഇവിടെ 10% പങ്കാളിത്ത പെൻഷന്റെ വിഹിതം. ഒരു ക്ലാസ് 4 ജീവനക്കാരന്റെ ഒരു ദിവസത്തെ ശമ്പളം 750 രൂപയാണ്, 23,000 രൂപ. പാർട്ട് ടൈം ജീവനക്കാരൻ അതിന്റെ പകുതിയാണ്. പാർട്ട് ടൈം കണ്ടീജന്റ് ജീവനക്കാരും ക്ലാസ് 4 ജീവനക്കാരും ഏതാണ്ട് 2 ലക്ഷത്തോളം പേർ ഈ സംസ്ഥാനത്തുണ്ട്. അവരൊരു ദിവസം 700-750 രൂപയ്ക്ക് ജോലി ചെയ്യുന്നു. സഹോദര സംസ്ഥാന തൊഴിലാളികൾക്ക് അതിന്റെ ഇരട്ടി വേതനമുണ്ട്. എങ്ങനെ ജീവിക്കുമെന്ന് മുഖ്യമന്ത്രി പറയണം. ഇത് അന്താരാഷ്ട്ര സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ഒരു മാതൃകാ തൊഴിൽദാതാവ് കുറെ ആളുകളെ കെട്ടിപ്പൂട്ടിയിട്ട് അച്ചടക്കത്തിന്റെ വാളേങ്ങുന്ന ചട്ടങ്ങളെല്ലാം പുറപ്പെടുവിച്ച് അവർക്ക് ജീവനുള്ള, അവരുടെ ജീവനോപാധിക്കുള്ള, അവരുടെ ആവശ്യാവശ്യമായ മിനിമം വേതനം അനുവദിക്കാൻ തയ്യാറാകുന്നില്ല. സർക്കാർ ജീവനക്കാരും അധ്യാപകരും താഴെത്തട്ടിലുള്ള ആളുകൾ പോഷകാഹാരക്കുറവ് അത് അനുഭവിക്കുകയാണ്. പിണറായി വിജയന്റെ കാലത്ത് സ്തുതിപാഠകർ നിന്ന് 4 ചുറ്റിൽ നിന്ന് പാടുമ്പോൾ അതിൽ വല്ലാതെ അഭിനമിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ചമച്ചു തുപ്പുന്ന ആളുകൾ കൂടെ നിന്ന് അവരെല്ലാം കൂടി ഈ ഭരണം സമൂഹത്തിന്റെ നാനാതുറയിലും പെടുന്ന ആളുകളെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനെതിരെ വലിയ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. സംസ്ഥാനത്തുടനീളം നമ്മളുടെ പ്രക്ഷോഭത്തിന് വലിയ പിന്തുണ കിട്ടിയിരിക്കുന്നു. ജീവനക്കാരും അധ്യാപകരും 19% ക്ഷാമബത്ത അവരുടെ ശമ്പളത്തിന്റെ 1/5 കവർന്നെടുക്കുന്ന സർക്കാരിനെതിരെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂട്ടമായി വന്ന് വോട്ട് ചെയ്തതുപോലെ ഈ സംസ്ഥാനത്ത് നിങ്ങളെ ഈ സമരവുമായി വന്ന ആളുകളെ അനുഗ്രഹിച്ച് ആശീർവദിച്ചാണ് കടത്തിവിട്ടിട്ടുള്ളത്. സർക്കാർ ഓഫീസുകളിൽ അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ അവരിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ ഈ പണിമുടക്കിന് കഴിഞ്ഞു. അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് ആരാണെന്ന് തിരിച്ചറിഞ്ഞു. വൈകിയെങ്കിലും ജോയിന്റ് കൗൺസിലെത്തി. ഈ സംസ്ഥാനത്ത് 4 മന്ത്രിമാരിരിക്കുന്ന പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ്. അവർ ഈ സംസ്ഥാനത്തെ സർക്കാരിനെതിരെ വന്നു എന്ന് പറഞ്ഞാൽ, അവർ ഈ സംസ്ഥാനത്തെ സർക്കാരിനെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു കക്ഷി താഴെ പോയിരിക്കുന്നു. അവർ കാര്യം തിരിച്ചറിഞ്ഞ് 65,000 കോടി രൂപ തിരിച്ചു കൊടുക്കാൻ ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഒരു ഗവൺമെന്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ തള്ളിയിരിക്കുന്നു. അതാണ് അപ്പുറത്ത് കാണാൻ കഴിയുന്നത്. അവർ കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കാൻ അവർ ഞങ്ങൾക്കൊപ്പം വന്നിരിക്കുന്നു. ഈ പണിമുടക്കം ഇവിടുത്തെ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ചലനങ്ങളും ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല. അത്തരത്തിൽ അതിശക്തമായ ഒരു പടയോട്ടമാണ് കേരളത്തിലെ സിവിൽ സർവീസിൽ, അധ്യാപക മേഖലയിൽ, യൂണിവേഴ്സിറ്റികളിൽ, അശാന്തി വിതയ്ക്കുന്ന മേഖലകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് താങ്ങും തണലുമായി വലിയൊരു പ്രസ്ഥാനവും അതിന്റെ അനന്തരാവകാശികളും ഇന്നത്തെ കാണുന്ന ആളുകളും എല്ലാം ചേർന്ന് മുമ്പോട്ട് വരുന്നത്. ഈ വലിയ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. സംസ്ഥാനത്തെ സിവിൽ സർവീസിനെ തിരിച്ചു പിടിക്കാൻ, അവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും മാർക്സിസ്റ്റ് ഭരണകൂടം കവർന്നെടുത്ത, രാഷ്ട്രീയ തിമിരം ബാധിച്ച ആളുകളെ കൊന്നൊടുക്കുന്ന, ഇവിടുത്തെ ക്രമസമാധാനം തകർത്ത, തൊഴിൽ നയം തകർത്ത, വ്യവസായങ്ങൾ തകർത്ത ആ സർക്കാരിനെ കണ്ണു തുറപ്പിക്കാൻ, താക്കീത് നൽകാൻ ഉദ്യോഗസ്ഥരും ജീവനക്കാരും സംസ്ഥാനത്ത് കച്ചമുറുക്കി രംഗത്ത് വന്നു എന്നുള്ളതാണ് ഈ പണിമുടക്കത്തിന്റെ ആകത്തുക. ഇനി സമരാഗ്നിയിൽ ഈ ഭരണകൂടം വെണ്ണീറാകും എന്നുള്ളതിൽ സംശയമില്ല. ആ പോരാട്ടം തുടരുകയാണ്.